ഒരു കാലത്ത് അധ്യാപകർക്ക് സമൂഹത്തിൽ വലിയ വിലയുണ്ടായിരുന്നു. അന്ന് രക്ഷിതാക്കൾ കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ അതുപോലെ വികൃതി കാണിച്ചാൽ ഒക്കെ അധ്യാപകരോട് നല്ലവണ്ണം ശിക്ഷിക്കണമെന്ന് പറയായിരുന്നു. ഇന്ന് ശിക്ഷിക്കാൻ പോയിട്ട് ഒരു നന്നായിട്ട് അവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും അധ്യാപകർക്ക് പേടിയാണ്. കാരണം നേരെ തിരിച്ചാണ് അവർ ഇന്നത്തെ കുട്ടികൾ. ഇന്ന് പണ്ടൊക്കെ അധ്യാപകർക്ക് കുട്ടികളെ കുട്ടികൾക്ക് അധ്യാപകരെ പേടിയാണ്. ഇന്ന് നേരെ തിരിച്ചാണ്. അധ്യാപകർക്ക് കുട്ടികളെ പേടിയാണ്. ഇതാണ് അവസ്ഥ. കാരണം എന്താ, നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. പണ്ടുള്ളവർക്കൊക്കെ അറിയായിരുന്നു ഏതൊരു ജോലിയുടെയും അടിത്തറ അവൻ്റെ വിദ്യാലയമാണ്. അതൊരു അധ്യാപകനിൽ നിന്ന് കിട്ടുന്ന നല്ല ഒരു സപ്പോർട്ട്. അങ്ങനെയുള്ള അന്ന് അവർക്ക് ആ ബോധം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്ത് തെറ്റ് കണ്ടാലും രക്ഷിതാക്കൾ കുട്ടികൾ എൻ്റെ കുട്ടി അത് ചെയ്യില്ല എന്നും പറഞ്ഞ് അധ്യാപകരുടെ അടുത്തേക്ക് കംപ്ലൈൻറ്റുമായിട്ട് വരുന്ന അവസ്ഥയാണ്. കാരണം MDMA ഒക്കെ കഴിച്ചു വരുന്ന ചില കുട്ടികൾ ക്ലാസ്സിൽ കാണാറുണ്ടെന്നാണ് കേൾക്കുന്നത്. അത്തരം കുട്ടികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനോ ഒന്നും കഴിയില്ല. അവർക്ക് തൻ്റെ അധ്യാപകനെ എതിർത്ത് സംസാരിക്കുക എന്നുള്ളത് ഒരു വലിയ ഹോബിയായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ ക്ലാസ് പഠിക്കാനൊന്നും കഴിയില്ല. പക്ഷേ അത് നമ്മൾ രക്ഷിതാക്കളെ അടുത്തേക്ക് വിവരം കൊടുത്താൽ ആ രക്ഷിതാവ് ഇവിടെ വന്നിട്ട് വേറെ രീതി, എൻ്റെ കുട്ടി അതൊന്നും പറയില്ല, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല, നിങ്ങൾ നോക്കേണ്ടതായിരുന്നു. അവിടെയും അധ്യാപകനായിരിക്കും രക്ഷിതാവിൻ്റെ പരാതി. അധ്യാപകനെ കൊണ്ടായി രക്ഷിതാവ് തെറ്റ് കാണുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ ഈ സ്കൂൾ പരിസരത്ത് പോലും MDMA വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരധ്യാപകൻ വിചാരിച്ചാലൊന്നും ഇത് നടക്കില്ല. സ്വന്തം കുട്ടികൾ വിചാരിക്കുക, അല്ലെങ്കിൽ രക്ഷിതാക്കൾ അവരെ ഉണ്ടാക്കുക, അല്ലെ സമൂഹം അതിലിടപെടുക. ഈ 3 ഇതിലും കൂടെ മാത്രമേ നമുക്കൊരു കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റൂ. സമൂഹം നന്നായിട്ട് എതിർക്കുന്ന ഒരവസ്ഥ നമുക്കിതിലുണ്ടാവണം. രക്ഷിതാവ് ചിലപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടിയെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷിതാവ് അറിയുന്നില്ല ഈ കുട്ടി എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. അതിനാണ് ഞാൻ സമൂഹത്തെ പറയുന്നത്. അതേപോലെ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ അധ്യാപകരും വേണം അവരെ ശ്രദ്ധിക്കാൻ. ഇങ്ങനെ പോയാൽ മാത്രമേ നമ്മുടെ കുട്ടികളുടെ ഭാവി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഇന്നും അവർ പടുകുഴിയിൽ തന്നെ കിടക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് രക്ഷിതാക്കൾ അധ്യാപകരെ